നമ്പർ 53 ഒന്നാമത്തെ ചോദ്യമാണ്. ഇവിടെ കണ്ടിരിക്കുന്നത് പോലെ, അതായത് ഈ ഒരു കമ്പ്യൂട്ടേഷൻ നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ഫോളോയിങ് ദിസ് പാറ്റേൺ. അതായത് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് അടുത്ത 2 ലൈനും കൂടെ ചേർത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ പാറ്റേൺ ഇതുപോലെ എടുത്ത് ആൻസർ പേപ്പറിൽ എഴുതണം. അതിനുശേഷമേ അടുത്ത 2 വരിയും കൂടെ കണ്ട് എഴുതാവൂ കേട്ടോ. എങ്ങനെ എഴുതണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. നോക്കിക്കേ, ഇവിടെ അരാന്നുണ്ട്, ഇവിടെ ഒന്നരാന്നുണ്ട്. ആ 1.5 ഇവിടെ ഉണ്ട്, 2.5. ഈ 2.5 ഇവിടെ ഉണ്ട്, 3.5. അതായത് അര 1.5, 1.5 2.5, 2.5 3.5. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് പറയാം? അര പ്ലസ് 1.5, 1.5 പ്ലസ് 2.5, 2.5 പ്ലസ് 3.5, 3.5 പ്ലസ് 4.5, 4.5 പ്ലസ് 5.5. അപ്പോൾ 2 ലൈനായേ. അപ്പോൾ നമുക്ക് 2 ലൈൻസ് എടുത്ത് എഴുതണം. അപ്പോൾ 3.5 സ്ക്വയറ് പ്ലസ് 4.5 സ്ക്വയറ്, ഇതൊരു വരി. 4.5 സ്ക്വയറ് പ്ലസ് 5.5 സ്ക്വയറ്. ഓക്കെ, കണ്ടല്ലോ. 3.5 സ്ക്വയർ പ്ലസ് 4.5 സ്ക്വയർ. ഇനി ഇത് നമുക്ക് കൂട്ടിയിട്ട് ഇതിൻ്റെ ആൻസർ എഴുതണം. അതിനു മുമ്പ് നമുക്കൊരു കാര്യം നോക്കാം. ഇവിടെ 2 = 2 ഇൻറ്റു 1 സ്ക്വയർ, 8 = 2 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ, 18 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ. അതായത് 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 അല്ലേ. അപ്പോൾ 4 ഗുണം 2 8, 2 ഗുണം 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 2 ഗുണം 9 18. അങ്ങനെയെങ്കിൽ അടുത്തത് എന്ത് വരും? 2 ഇൻറ്റു ഇത് 1 2 3 ആണെങ്കിൽ അടുത്ത ലൈൻ 2 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ എന്നല്ലേ വരിക. അടുത്തതോ 2 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16. 16 ഗുണം 2 എത്രയാണ്? 32. ഇനി 2 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ 25. 25 ഗുണം 2 എത്രയാണ്? 50. അങ്ങനെയെങ്കിൽ ഇവിടെ ആ കിട്ടിയതിൻ്റെ കൂടെ ആരെയും കൂടെ എടുത്ത് എഴുതിയാൽ പോരെ. അതായത് 32.5 50. ഇങ്ങനെ നമ്മൾ 2 ലൈൻസും കൂടെ എഴുതി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കംപ്ലീറ്റഡ് ആയി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ദീസ് യൂസിങ് ഓൾജിബ്ര. അതായത് ബീജഗണിതം ഉപയോഗിച്ച്, തട്ടിയിടല്ലേ കേട്ടോ, ബീജഗണിതം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ വെച്ച് ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, നമ്മളിവിടെ നോക്കുമ്പം അര എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് അര കുറച്ചാലല്ലേ ഇവിടുത്തെ ഈ അര വരത്തുള്ളൂ. അപ്പോൾ 1 മൈനസ് 1.5 സ്ക്വയറ് പ്ലസ് 1.5 വരണമെന്നുണ്ടെങ്കിൽ 1 പ്ലസ് 1/2 എന്നല്ലേ എഴുതണ്ടേ. 1 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. രണ്ടാമത്തേനെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കേ, 1 ഓക്കെ, രണ്ടാമത്തെ നമുക്ക് എങ്ങനെ എഴുതാം? 2 മൈനസ് എന്താണ്? 1.5 അല്ലേ. 2 മൈനസ് അരയാണ് കേട്ടോ. അതായത് 2ൽ നിന്ന് അര കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 1.5 കിട്ടും. അപ്പോൾ 2 മൈനസ് അര സ്ക്വയറ് പ്ലസ് 2 1/2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1/2 സ്ക്വയർ. അങ്ങനെയെങ്കിൽ അടുത്ത നമുക്ക് എങ്ങനെ എഴുതാം? 3 മൈനസ് അര